ദില്ലി സേക്രഡ് ഹാർട്ട് ചർച്ചിൽ കഴിഞ്ഞ 15 വർഷമായിട്ട് നടക്കുന്ന ഓശാന പ്രദക്ഷിണം ദില്ലി പോലീസ് നിഷേധിച്ചുകൊണ്ട് കത്ത് കൊടുത്തിരിക്കുന്നു. കഴിഞ്ഞ 15 വർഷമായിട്ട് ഒരു തടസ്സവും ഇല്ലാതെ ആ പള്ളിയിൽ ഓശാന പ്രദക്ഷിണം നടക്കുമായിരുന്നു. എന്താണ് ഈ വർഷത്തെ പ്രത്യേകത എന്നറിയില്ല. ആ പ്രദക്ഷിണം തടഞ്ഞുകൊണ്ട് ഡൽഹി പോലീസ് ഉത്തരവിട്ടതിൻ്റെ കാരണം എന്താണെന്നറിയില്ല. ഞാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തെഴുതിയിട്ടുണ്ട്, ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട്. ഇത് മതസ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കടന്നാക്രമണം ആർട്ടിക്കിൾ 26 നഗ്നമായ ലംഘനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാര്യത്തിൽ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് കത്തെഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു ഭാഗത്ത് മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള വഖഫ് ബില്ല് ഞങ്ങൾ അന്നേ പറഞ്ഞതാണ്. ഇന്ന് വഖഫ് ബില്ല് മുസ്ലിങ്ങൾക്കെതിരായിട്ട്, നാളെ ക്രിസ്ത്യാനികൾക്കെതിരെ വരും, മറ്റന്നാൾ സിഖ് സഹോദരന്മാർക്കെതിരെ വരും, പിന്നെ ജൈനർക്കെതിരെ വരും. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള അറ്റാക്ക് എന്ന സംഘപരിവാർ അജണ്ടയാണ് വ്യക്തമായത്. വഖഫ് ബില്ല് പാസ്സായതിൻ്റെ പിറ്റേ ദിവസം ഓർഗനൈസർ ലേഖനം, മുസ്ലിങ്ങളെക്കാൾ സ്വത്തുക്കൾ ക്രിസ്ത്യാനികൾക്കാണുള്ളത്. വഖഫ് ബില്ല് പാസ്സായതേ ഉള്ളൂ, അതിൻ്റെ പിറ്റേന്നാണ് ലേഖനം. 21 ലേഖനം അവർ റിപ്പീറ്റ് ചെയ്തു. കേരളത്തിൽ നിന്ന് എതിർപ്പുണ്ടായപ്പോൾ ഞങ്ങൾ രാഹുൽ ഗാന്ധി ശക്തമായി പ്രതികരിച്ചപ്പോൾ അത് പിൻവലിച്ചവർ മാറി. ഇപ്പോൾ ഇത് കാണുന്ന ഇതാണ്. ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ മധ്യപ്രദേശിൽ, ഛത്തീസ്ഗഡിലൊക്കെ എത്ര പള്ളികളാണ് ആക്രമിക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ക്രൈസ്തവ സ്നേഹം ക്യാപ്സൂളുകളായിട്ട് വിളമ്പുന്ന സംഘപരിവാറിൻ്റെ ആളുകളുടെ തനിനിറം ഓരോ സംഭവങ്ങളിലൂടെ വെളിച്ചത്ത് വരികയാണ്. കോൺഗ്രസിൻ്റെ നിലപാട് വ്യക്തമാണ്. ഈ നാട്ടിലെ ഭരണഘടന നിലനിൽക്കണം. കേരളത്തിൽ മാതാവിന് കിരീടം വെക്കുന്നു അവിടെ. അപ്പോൾ അതാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പറയാനുള്ളത്. ഇത് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാക്കിയ കാര്യമാണ്. ആളുകൾക്ക് ഇപ്പം ഓശാന ഞായർ എന്ന് പറയുന്ന ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ് വിശുദ്ധ വാരവുമായി ബന്ധപ്പെട്ട്. ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. ഈ ദിവസം നടത്തുന്നൊരു പ്രദക്ഷിണത്തെ തടഞ്ഞിട്ട് എന്ത് നേടുകയാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളത്. അവർ അക്രമകാരികളല്ല, കലാപകാരികളല്ല. അവർ ഈ പ്രദക്ഷിണം നടത്തിയാൽ നാട്ടിൽ സമാധാനം ഉണ്ടാവുകയുള്ളൂ. ഇത് തടയാനുള്ള ഖേദോവികാരം മനസ്സിനകത്തെ വികലതയാണ് എന്നുള്ളതിന് സംശയമില്ല.